ഇത്രയും പെരയിൽ വെള്ളം വരെയും കയറി ലൈറ്റ് കത്താറില്ലേ? ഒരു ലൈറ്റും കത്താറില്ല. എല്ലാ വാർഡിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വിളിച്ചു പറയല്ലേ? മെമ്പറല്ലേ LDC ഓഫീസ് പറഞ്ഞു പറഞ്ഞത്. 22-23 രാജു 22-23 ആ ഇത് സീപുട്ടി പടിഞ്ഞാറല്ലേ? പടിഞ്ഞാറ്. നാളെ ആള് വരും. പുള്ളി വിളിച്ച് പറയും. രാജുവിൻ്റെ പറയും. രാജു അത് ചെയ്തു തരാം കേട്ടോ. ഇതുണ്ട് വെള്ളം കയറിയിട്ട് ആള് താമസമുള്ള വീടാണ് കേട്ടോ. ഇതിനകത്ത് ആളുണ്ടോ? അപ്പൊ ഇവർക്ക് ലൈഫ് മിഷൻകാർ വീടൊന്നും കൊടുക്കുന്നില്ല ഗവൺമെന്റിൽ നിന്ന്. എവർക്കും കിട്ടിയിട്ടില്ല. ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? ഇതിനകത്ത് വെള്ളം കയറില്ലേ? വീട്ടിനകത്ത് ഇതിനകത്ത് കയറില്ലല്ലോ. അതൊക്കെ എഴുതി പോയി ഫോട്ടോ ഒക്കെ എടുത്ത് പോയതാണ് പഞ്ചായത്തിൽ നിന്ന് വീട് പാസ്സായിന്ന് പറയും. ഇപ്പോഴും ഈ ലൈഫ് മിഷന് പേരുണ്ടോ? പേരൊക്കെ ഉണ്ട്. സ്ഥലമുണ്ടോ? സ്വന്തം സ്ഥലമുണ്ടോ? 3 സെന്റ് ഉണ്ട്. അപ്പൊ 4 ലക്ഷം രൂപ കിട്ടും. അത് ആര് കിട്ടണം? എല്ലാം ഇപ്പോഴും എഴുതി കൊടുക്കാൻ പറഞ്ഞ് എഴുതി കൊടുത്ത് അതിന്റെ പകർപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇൻഷാല്ലാ നമ്മൾ നോക്കട്ടെ കേട്ടോ. അവിടെ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ആ വീട്ടില് അവിടെ ആരും സഹായിക്കാനില്ല. വേറെ ആരുമില്ല സഹായിക്കാൻ. അതൊരു ഇതായി. അമ്മ ആരാണ്? നിങ്ങളെ ബുദ്ധിമുട്ട് എന്താണ്? മാസമല്ല ഇതൊക്കെ കിട്ടുന്നുണ്ടോ? റേഷൻ്റെ ഒക്കെ കിട്ടുന്നില്ലേ ഫ്രീ ആയിട്ട്? ഇപ്പൊ എന്തൊക്കെ ആവശ്യം എന്ന് പറ. എന്താണൊക്കെ ലൈറ്റിൻ്റെ ഇതൊന്നും ലൈറ്റ് കത്തുന്നില്ല. പിന്നെ വീട് 4 ലക്ഷം രൂപ പാസ്സായത് കിട്ടണം അല്ലേ? നിങ്ങളുടെ പേരെന്താണ്? താണിക്കൽ. ഞങ്ങൾ BO ചോദിക്കാം പഞ്ചായത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് പേരും തരാം കേട്ടോ. ആ സരിത. വീട്ടുപേര്? പഞ്ചായത്ത് ഒന്ന് ഈ വാർഡ് ഇനി മാത്രം വ്യത്യാസം. മക്കളൊന്നും ഇല്ല വേറെ? ഒരു മോനുണ്ട്. അവൻ ചെയ്യുന്ന? അവന് പഠിക്കണേരുന്നു. ഇപ്പൊ പഠിത്തമൊക്കെ നിർത്തി. പഠിപ്പിക്കാൻ പശുവൊന്നും ഉണ്ടായില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെയാണ് ആൾക്കാർ നടന്നു പോകുന്നത്. അതിലെ വഴിയുണ്ടായിട്ട് അവര് കൊടുക്കൂലെന്നും. ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തും അധികാരികളുടെ. അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും. ഓക്കെ ഞാൻ പറഞ്ഞ പുള്ളിയുടെ സഹായിക്കണോട്ടോ. മറക്കരുത്. ഞങ്ങൾ